കേന്ദ്ര സർക്കാർ ഉത്തരവ് പ്രകാരം ഗവർണർ നിർദ്ദേശിച്ച വിഭജന ഭീതി ദിനാചരണം ഇന്ന്. സംസ്ഥാനത്തെ കോളേജുകൾ നിർദ്ദേശം നടപ്പിലാക്കേണ്ട എന്ന നിലപാടിലാണ് സർക്കാർ. എന്നാൽ വിവിധ സർവകലാശാല വൈസ് ചാൻസലർമാർ ഗവർണറുടെ നിർദ്ദേശം കോളേജുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഇടത് അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും KSUവും പരിപാടി നടത്തിയാൽ തടയുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംഘർഷ സാധ്യതയും നിലനിൽക്കുന്നു. സിജോ ബി ജോൺ വീണ്ടും ചേരുന്നു. സിജോ, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹർലേക്കർ ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം പലതരത്തിലുള്ള വിവാദ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിലെത്തിയതാണ് ഈ വിഭജന ഭീതി ദിനം സർവകലാശാലകളിൽ ആചരിക്കണം എന്ന സർക്കുലർ. ആ സർക്കുലർ പുറപ്പെടുവിച്ചത് മുതൽ തന്നെ വലിയ പ്രതിഷേധം ഉയർന്നതാണ്. ഇന്നാണ് സർവകലാശാലകളിൽ അത് നടപ്പാക്കേണ്ട ദിനം. ഏതൊക്കെ സർവകലാശാലകളിൽ ചാൻസലറുടെ നിർദ്ദേശമനുസരിച്ച് VC-മാർ ഇത് നടപ്പാക്കണമെന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്? ഏതൊക്കെ സർവകലാശാലകൾ നടക്കാനിടയുണ്ട്? അങ്ങനെയെങ്കിൽ അതിനെതിരെ ഏതൊക്കെ മേഖലകളിൽ പ്രതിഷേധമുയരാനിടയുണ്ട്? വിദ്യാർത്ഥി സംഘടനകളും അതോടൊപ്പം തന്നെ അധ്യാപക സംഘടനകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. ഇത് നടപ്പാക്കാനാവില്ലെന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ VC-യുടെ ഒരു നിർദ്ദേശം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത് എത്രത്തോളം മുന്നോട്ട് പോകുന്നുള്ള കാര്യം, അതിന് ഉണ്ടാകുന്നുള്ള കാര്യം നമുക്ക് വരുന്ന മണിക്കൂറുകൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സർവകലാശാലകളിൽ നടപ്പാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇത്തവണയും അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകാൻ തന്നെയാണ് സാധ്യത എന്തായാലും നിലനിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത് നിർബന്ധപൂർവ്വം നടപ്പാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ തടയുന്നുള്ള നിലപാടിലേക്കാണ് എന്തായാലും വിദ്യാർത്ഥി സംഘടന നിൽക്കുന്നത്. SFIയും അതോടൊപ്പം തന്നെ KSUവും ഒക്കെ ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാട് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. സ്വാഭാവികമായും അത്തരം നടപടികളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് തടയുന്ന നടപടികളിലേക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കുന്നത്. കാരണം ഈ ഗവർണർ വന്നതിന് ശേഷം RSSന്റെ അജണ്ട പല രീതിയിൽ നടപ്പാക്കുന്നതിനുള്ള പല വഴികളും നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു മാർഗം എന്ന നിലയിൽ തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിഭജന ഭീതി ദിനം നടപ്പാക്കണം, അല്ലെങ്കിൽ അത് കൊണ്ടുവരണം, അത് സർവകലാശാലയിൽ വേണമെന്നുള്ളൊരു കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സർക്കാർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഇന്നലെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത്തരത്തിൽ ദിനം ആചരിക്കുന്നത് അത് ക്യാമ്പസുകളിൽ വലിയ തരത്തിലുള്ള ചേർതിരിവ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ സാമൂഹിക സ്പർദ്ധയൊക്കെ വളർത്തുന്നതിനുള്ള ഒരു ഇടയിലേക്ക് പോകുമെന്നുള്ളതാണ്. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാവും അത്തരം ഫാക്ടേഴ്സ് ഇതിലുണ്ട് എന്നുള്ളതുകൊണ്ട്. എന്തായാലും ഇതിനെ ശക്തമായി എതിർക്കാൻ വേണ്ടി തന്നെയാണ് വിദ്യാർത്ഥി സംഘടനകളുടെയും KSUവിൻ്റെയും SFIയുടെയും അതോടൊപ്പം തന്നെ ഇടത് അധ്യാപക സംഘടനകളൊക്കെ തീരുമാനം.